വയനാട്ടിലും ചേലക്കരയിലും മികച്ച പോളിംഗ്. കേരളപ്പോര് പവേർഡ് ബൈ കേരളം മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുന്നത്. ചേലക്കരയിൽ 23.16%, വയനാട്ടിൽ 27.03% പേരും വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ബൂത്തുകളിൽ എല്ലാം വോട്ടേഴ്സിന്റെ നീണ്ട നിരയാണ്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതോടെ വോട്ടെടുപ്പ് വൈകുകയും ചെയ്തു. എസ് വിജയകുമാർ ചേലക്കരയിൽ നിന്ന്, ഷാഹദ് റഹ്മാൻ വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകുന്നു. വിജയകുമാർ, ചേലക്കരയിൽ എന്താണ് അവസ്ഥ? രേഖപ്പെടുത്തുകയാണ്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും നമ്മൾ ഇപ്പോൾ ഏതാണ്ട് 38% എന്നതാണ് ഔദ്യോഗിക കണക്ക്. എന്ന് വെച്ചാൽ ഏതാണ്ട് 40% എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 മണി വരെ രേഖപ്പെടുത്തിയത് 37%. അതിനെ മറികടക്കും ഉച്ചവരെയുള്ള പോളിംഗ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അതായത് ഒരു മികച്ച പോളിംഗിലേക്ക് ചേലക്കര നീങ്ങുന്നു എന്നത് ഒട്ടുമിക്ക പോളിംഗ് ബൂത്തിൽ നിന്നുള്ള കാഴ്ചകളും അത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മളിത് ചേലക്കര ടൗണിലുള്ള ഒരു ബൂത്താണ്. ആ ബൂത്തിൽ ഇപ്പോഴും ഈ 12:30 കഴിയുന്ന സമയത്തും വോട്ടർമാരുടെ നീണ്ട നിര എല്ലായിടത്തും ദൃശ്യമാണ്. ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ ദൃശ്യങ്ങളാണിത്. ഈ ബൂത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ചേലക്കരയിലെ ഏക പിങ്ക് ബൂത്താണ്. സ്ത്രീകൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു ബൂത്താണ്. ആ ബൂത്തിൽ വോട്ടേഴ്സിന്റെ നീണ്ട നിര ദൃശ്യമാണ്. അത് പൂർണ്ണമായും വനിതാ വോട്ട് എന്താ വെച്ചാൽ ഉദ്യോഗസ്ഥരടക്കം നിയന്ത്രിക്കുന്ന ഒരു ബൂത്താണ്. ഇവിടെ വോട്ട് ഇതിന്റെ മുഴുവൻ ജോലികളും എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ജോലികളും നിയന്ത്രിക്കുന്നത് വനിതകൾ തന്നെയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. പോളിംഗ് ബൂത്ത് ലെവൽ ഓഫീസർമാരടക്കം എല്ലാവരും വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരാണ് ആ ജോലികൾ ചെയ്യുന്നത്. പിങ്ക് ബൂത്താണ്. ചേലക്കരയിലെ മറ്റ് സാഹചര്യം പരിശോധിച്ചാൽ വിവിധ പഞ്ചായത്തുകളിലെ കണക്കെടുക്കുമ്പോഴും മികച്ച പോളിംഗ് എല്ലായിടത്തും രേഖപ്പെടുത്തുന്നുണ്ട്. തടസ്സങ്ങളൊന്നുമില്ലാതെ പുരോഗതി. രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തിലും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വിവിധ വിഷയങ്ങൾ ഉയർത്തി വലിയ പ്രചാരണം സംഘടിപ്പിച്ചതാണ് ചേലക്കരയിൽ. 28 ദിവസം അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ചേലക്കരയിൽ നടന്നത്. അത് ഈ വോട്ടിംഗിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഈ വോട്ടർമാരുടെ നീണ്ട നിര വ്യക്തമാക്കുന്നത് എല്ലായിടത്തും. അതായത് പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുന്നണി നേതാക്കളും നടത്തിയ ശ്രമങ്ങൾ ആകെ വിജയം കാണുന്നു എന്നത് ഈ ബൂത്തുകളിലെ വോട്ടേഴ്സിന്റെ നീണ്ട നിര വ്യക്തമാക്കുന്നുണ്ട്. സാധാരണ നമുക്കറിയാം ഈ ഉച്ച സമയങ്ങളിലൊക്കെ ബൂത്തുകളിൽ പൊതുവെ തിരക്ക് കുറയുകയാണ് പതിവ്. പക്ഷേ ചേലക്കരയിലെ ടൗണിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ബൂത്ത് ഇതാണ്. അവിടെ ഈ ഉച്ച സമയത്തും വോട്ടേഴ്സിന്റെ നീണ്ട നിര കാണാൻ കഴിയും. അത് ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയോട് ഇവിടുത്തെ വോട്ടേഴ്സ്, ഇവിടുത്തെ ആളുകൾ പൂർണ്ണമായും സഹകരിക്കുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. എല്ലാത്തരം രാഷ്ട്രീയ പ്രാധാന്യവും അതിനുണ്ട്. വിവിധ വിഷയങ്ങൾ ഇവിടെ സജീവ ചർച്ചാ വിഷയമായതാണ് ചേലക്കരയിൽ. അപ്പോൾ അതിനോട് വളരെ അനുകൂലമായി ക്രിയാത്മകമായി ചേലക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ പ്രതികരിക്കുന്നു എന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ച തന്നെയാണ്. അതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് ഈ ടൗണിലെ ബൂത്തിലെ മാത്രം കാഴ്ചയല്ല. നമ്മൾ ടൗണിന് പുറത്ത് വിവിധ പഞ്ചായത്തുകളിൽ പോകുമ്പോഴും ആ പഞ്ചായത്തുകളിലെ ബൂത്തുകളിൽ പോകുമ്പോഴും അവിടെ വോട്ടേഴ്സിന്റെ നീണ്ട നിരയുണ്ട്. അത് നഗരത്തോട് ചേർന്നുള്ള മറ്റ് മേഖലകളിലും ഇപ്പോൾ ചെറുകിട പട്ടണങ്ങളിൽ അടക്കമുള്ള ബൂത്തുകളിലും വോട്ടേഴ്സിന്റെ നീണ്ട നിരയുണ്ട്. ഏതാണ്ട് ഒരു 40% ആളുകൾ ഇതിനോടകം ചേലക്കരയിൽ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് കണക്കുകളാകെ വ്യക്തമാക്കുന്നത്. ഇതിൽ വളരെ കൗതുകമുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ സമയം സന്തോഷവും അവർ ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ മികച്ച വോട്ടിംഗ് മികച്ച വലിയ പെർസെന്റേജിലേക്ക് 75 എന്നത് ചേലക്കരയിൽ ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനമാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ, അതായത് ഉച്ചവരെയുള്ള കണക്കുകൾ അനുസരിച്ചാൽ അത് 75-ന് മുകളിലേക്ക് ഏതാണ്ട് ഒരു 80-നോട് അടുത്തേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അസാധാരണമായ വോട്ടിംഗ് രീതി അതെന്തിന്റെ സൂചനയാണ് എന്നത് ചേലക്കരയെ സംബന്ധിച്ച് എല്ലാ പാർട്ടികളെയും അത് ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഏതെങ്കിലും ഒരു മേഖല മാത്രമല്ല ആ പോളിംഗിനോട് പ്രതികരിക്കുന്നത്. ചേലക്കര ആകെ മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ആ നിലയിലുള്ള വോട്ടേഴ്സിന്റെ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാം. ഇപ്പോൾ അധിക സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നത് ഉള്ളത് കൊണ്ട് തന്നെ കുറെ ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന്റെയൊക്കെ സമയത്ത് തിരക്ക് കുറയുമ്പോൾ വോട്ട് ചെയ്യാമെന്ന് കരുതി മാറി നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ആ തിരക്ക് അതിശക്തമായി വിവിധ ബൂത്തുകളിൽ തുടരുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ തന്നെ 4-5 ബൂത്തുകളുണ്ട്. അവിടെ എല്ലായിടത്തും വോട്ടർമാർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പലയിടത്തും നല്ല ക്യൂ ഉണ്ട്.
അപ്പോൾ ഉറപ്പായും ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി പറയാം, ചേലക്കരയിലെ എല്ലാ ബൂത്തുകളിലും അത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണ്. അത് എന്തിന്റെ സൂചനയാണ്? എന്തോ ഒരു തീരുമാനമെടുത്ത് വോട്ടർമാർ ധാരാളമായി ഇവിടേക്ക് വരുന്നു എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇവിടെ നമുക്കറിയാം, ഈ പിങ്ക് ബൂത്താണ്. ഇത് വനിതകൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു ബൂത്താണ്. ആ ബൂത്തിൽ ആളുകൾ വോട്ട് ചെയ്യാനായി വരിയായി നിന്ന് ഈ സ്കൂളിന് അകത്ത് ആ ഒരു റൂമിൽ വിശ്രമിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് അവർ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്ക് കയറുന്നത്. അതിനു മുമ്പുള്ള അകത്തെ കാഴ്ചയാണിത്. ഇതിന് പുറത്ത് ഇതിലും വലിയ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അകത്തും പുറത്തും ഇങ്ങനെ ബൂത്തിന് പുറത്തും അതിന് വെളിയിലും സ്കൂളിന് വെളിയിലുമായി ആളുകൾ ഇങ്ങനെ നീണ്ട നിര ആയി നിൽക്കുന്നത് ഒരുപക്ഷെ ഗോപി ജനാധിപത്യത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. എല്ലാ പ്രധാനപ്പെട്ട വിഷയം, സംസ്ഥാന രാഷ്ട്രീയത്തിലേത് തന്നെയല്ല ദേശീയ രാഷ്ട്രീയത്തിലേത് അടക്കമുള്ള വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാക്കി ഇവിടെ ചേലക്കരയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉയർത്തിക്കൊണ്ട് വരികയും അത് അതേ നിലയിൽ ബൂത്തുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകളടക്കം നമ്മൾ ഇവിടെ ചേലക്കരയിലെ വോട്ടിനെയും സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അതും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ നമ്മളോട് രാവിലെ മുതൽ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ നമ്മളോട് ഇതിന്റെ ഉറവിടം എന്താണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണ്, ഇ പി ജയരാജൻ അത് നിഷേധിച്ചല്ലോ, അത്തരം പ്രതികരണങ്ങളുമായി വരുമ്പോഴും അത് ഇവിടുത്തെ വോട്ടേഴ്സിൽ അതും ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നതിന്റെ തന്നെ സൂചനയാണ്. അപ്പോൾ ഇതാ ഈ വോട്ടെടുപ്പിന്റെ ആ ദിവസം വന്ന രാഷ്ട്രീയ പ്രശ്നമടക്കം വലിയ ചർച്ചയാവുകയാണ് ചേലക്കരയിൽ. അതുകൊണ്ട് തന്നെയാണ് വളരെ ക്രിയാത്മകമായി ചേലക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിലെ ഈ ജനാധിപത്യ പ്രക്രിയയോട് വളരെ സന്തോഷത്തോടെ പ്രതികരിക്കുകയും ഭാഗമാവുകയും ചെയ്യുന്നു എന്നത് വളരെ നല്ല ഒരു കാഴ്ചയാണ്. അതാ എനിക്ക് പിന്നിൽ ഇപ്പോഴും വോട്ടേഴ്സിന്റെ നീണ്ട നിര ഈ പിങ്ക് ബൂത്തിലാകെ കാണാം. ഗോപി, ശരി. എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചേലക്കരയിൽ വോട്ടർമാർ നല്ല നിലയിലാണ് ഈ വോട്ടെടുപ്പിനോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ തന്നെ 40% ചേലക്കരയിലെ പോളിംഗ്. 75% ചേലക്കരയിലെ ഉയർന്ന പോളിംഗ്. അതിനപ്പുറത്തേക്ക് ഈ നിലയിലാണ് ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലും പോളിംഗ് പുരോഗമിക്കുന്നതെങ്കിൽ ഏതാണ്ട് 80% പോളിംഗിലേക്ക് എത്താനുള്ള സാധ്യത ചേലക്കരയിലുണ്ട്. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ് ചേലക്കര. ഏറ്റവും ഒടുവിൽ ഇ പി ജയരാജന്റെ ആത്മകഥയിലെ വിവാദ ഭാഗം ചർച്ചയാക്കപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാകും. വോട്ടർമാർ വളരെ ക്രിയാത്മകമായി ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നു എന്നതാണ് ചേലക്കരയിൽ നിന്നും എസ് വിജയകുമാർ നൽകുന്ന ചിത്രം.